സ്തോത്രം സ്തോത്രം അപ്പാ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ അപ്പാ, സ്തോത്രം സ്തുതിക്കുന്നു അപ്പാ. അവേ ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ വായോട് കൂടെ ഇരിക്കണമേ. എന്താണ് പറയേണ്ടതെന്ന് കർത്താവ് തന്നെ എൻ്റെ നാവിലൂടെ സംസാരിക്കാതെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ അനുഗ്രഹമായി വിടുതലായി തീരുവാൻ സഹായിക്കണമേ അപ്പാ. സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന അപ്പാ. നന്ദി നന്ദി. ഇന്നത്തെ ഒരു വചനമാ കിട്ടിയേക്കുന്നത്. സങ്കീർത്തനങ്ങള് 85:11. വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. ഹല്ലേലൂയ. ദൈവം നമുക്ക് അറിയാം. ദൈവം എപ്പോഴും നോക്കുന്ന എല്ലാ തന്റെ ജനത്തിന് അതെ എപ്പോഴും നോക്കുന്ന ഒരു ക്വാളിറ്റിയാണ് വിശ്വസ്തത എന്നുള്ളത്. അല്ലെ, നമ്മൾ പലയിടത്തും അതിനെപ്പറ്റി ഒത്തിരി വാക്കുകൾ നമ്മൾ കാണുന്നുണ്ട്. യെശയ്യാപ്രവചനം 26:2 പറയുന്നു, വിശ്വസ്തത കാണിക്കുന്ന നീതിയുള്ള ജാതി പ്രവേശിക്കേണ്ടതിന് വാതിലുകളെ തുറപ്പി. ഹല്ലേലൂയ. അന്നേരം ആരാ നീതിയുള്ള ജാതി? ദൈവം നീതീകരിക്കപ്പെട്ട ദൈവമക്കളെ തന്നെയാ പറയുന്നത്. നീതീകരിക്കപ്പെട്ട മക്കൾ എപ്പോഴും വിശ്വസ്തത കാണിക്കണമെന്ന് തന്നെ ദൈവം ആഗ്രഹിക്കുന്നു. അവർക്ക് വേണ്ടി വാതിലുകളെ തുറന്നു വെക്കാൻ ദൈവം കൽപ്പിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. നമ്മളറിയാം, നമുക്ക് സങ്കീർത്തനം 101:1 പറയുന്നത്, ദേശത്തിലെ വിശ്വസ്തന്മാർ എന്നോടുകൂടെ പാർക്കേണ്ടതിന് എന്റെ ദൃഷ്ടി അവരുടെ മേലിരിക്കുന്നു. ദൈവം അന്തരം വിശ്വസ്തതയുടെ ഉള്ള ദൈവം തന്റെ ഭക്തന്മാരുടെ മേൽ ദൃഷ്ടി എപ്പോഴും ദൈവത്തിന്റെ ദൃഷ്ടിയുണ്ട്. പക്ഷെ വിശ്വസ്തതയുള്ളവരുടെ ഒന്നുകൂടെ ഉണ്ട്. അല്ലെ, ദൈവം അവരുടെ മേൽ ഒന്നുകൂടെ ദൈവത്തിന്റെ ദൃഷ്ടി എപ്പോഴും അവരുടെ മേലുണ്ട്. അല്ലില്ല. പലയിടത്തും നമ്മൾ വിശ്വസ്ത ലൂക്കോസിന്റെ സുവിശേഷത്തിലെല്ലാം പറഞ്ഞു, താലം ദയിപ്പിച്ചവരുടെ കഥകളൊക്കെ നമുക്കറിയാം. ഹല്ലേലൂയ. അത് യഹൂദന്മാരോടാ പറഞ്ഞിരിക്കാൻ തന്നെയും അതെല്ലാവർക്കും ഉള്ളതാ. അതായത് നമുക്ക് ഏൽപ്പിക്കപ്പെട്ടത് കുറച്ചായാലും കൂടുതലായാലും ഏൽപ്പിക്കപ്പെട്ടതിൽ വിശ്വസന നമുക്കറിയാം. 5 കിട്ടിയവൻ 5 കൂടെ, 10 കിട്ടിയവൻ 10 കൂടെ സമ്പാദിച്ചു, 5 കിട്ടിയവൻ 5 കൂടെ സമ്പാദിച്ചു, 1 കിട്ടിയവൻ അത് റുമാലി കിട്ടി വെച്ചിട്ട് നമുക്ക് ആ ഉപമയെ അറിയാം. നമ്മൾ അതിനകത്തോട്ട് പോകുന്നില്ല. നമുക്ക് എത്ര കിട്ടിയോ, നമുക്ക് കുറച്ച് കിട്ടിയോളെങ്കിൽ നമ്മളത് വ്യാപാരം ചെയ്യണമെന്ന് തന്നെ കണക്ക്. യോഹന്നാന്റെ സുവിശേഷത്തിൽ പ്രത്യേകം ഓർപ്പിക്കുന്നത്, ഞാൻ നിങ്ങളല്ല തെരഞ്ഞെടുത്തത്, ഞാനാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത്. ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തത് എന്തിനാ? നിങ്ങൾ പോയി ഫലം കായ്ക്കുന്നതിനോ നിലനിൽക്കുന്ന ഫലം കായ്ക്കേണ്ടതിനു വേണ്ടിയാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നത്. എന്നാൽ നമ്മൾ ഓരോരുത്തരും അതിനകത്ത് എത്രമാത്രം വിശ്വസ്തതയുള്ളവരായിരിക്കുന്നെന്ന് നമ്മൾ അറിയണം. നമ്മൾ പറയും, ഈ നദി ഒഴുകിച്ചെല്ലുന്നിടത്തെല്ലാം ചലിക്കുന്ന പ്രാണികൾ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ പറയും, എന്നിൽ വിശ്വസിക്കുന്ന ജീവജല നദി ഒഴുകും. അത് എന്തോ ജീവജല നദി ഒഴുകുന്നത്? കർത്താവിന്റെ ജീവിപ്പിക്കുന്ന വചനം തന്നെയാണ് ഒഴുകുന്നത്. ഹല്ലേലൂയ. ആത്മാവിൽ നമ്മൾ വചനം അത് ഉള്ളത്തി സംഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ വചനം കണ്ടെത്തി ഭക്ഷിക്കണമെന്ന് പറയുന്നത്. നമ്മൾ വചനം കണ്ടെത്തി നമുക്ക് കിട്ടുന്ന സമയം നഷ്ടപ്പെടുത്തി കളയാതെ വചനം ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം. ആത്മാവിൽക്കായി നമ്മൾ പ്രാർത്ഥിച്ച് അത് നമ്മൾ ഉരുവിട്ട് നമ്മുടെ ഹൃദയത്തിൽ അത് അങ്ങ് അലിയിച്ചു ചേർക്കുന്ന തക്ക സമയത്ത് നമുക്ക് ആരോടാണോ പറയേണ്ടത് ദൈവം പരിശുദ്ധാത്മാവ് നമുക്ക് എടുത്തു തരും. അതുകൊണ്ടാണ് നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ ആ നദി ചലിക്കുന്ന പ്രാണികൾ ജീവിക്കുന്നു എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് കിട്ടുന്ന സമയം എന്നിട്ട് ഈ ജീവിപ്പിക്കുന്ന വചനം നമ്മൾ ഭക്ഷിക്കണം. അത് കണ്ടെത്തി നമ്മൾ ഭക്ഷിച്ച് നമ്മൾ ആ കഴിഞ്ഞ ദിവസം മിനിസിസ്റ്റർ പറഞ്ഞില്ലേ, കാലാവസ്ഥ വന്നപ്പോൾ ഉടനെ പ്രഖ്യാപിച്ചു ഇല്ലേ, നമുക്ക് തന്നിരിക്കുന്ന ആ വചനം ഉള്ളത് കൊണ്ടാ ഇല്ലേ സകല പ്രകൃതിയുടെ മേൽ അധികാരമുള്ള നമ്മുടെ ദൈവം അതായത് നമുക്ക് ആ റൈറ്റ് തന്നേക്കുന്നു. നമുക്ക് എന്തിനെ നമുക്ക് അതിനുള്ള സകലവും നമ്മുടെ കാൽക്കിഴക്കി കർത്താവ് തന്നേക്കുക. സകലത്തിനെയും നമ്മുടെ കർത്താവ് അല്ലയോ. അന്നേരം നമുക്ക് തന്ന അധികാരം വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലുപ്പം എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ തക്ക സമയത്ത് അത് പ്രവർത്തിക്കണം. നമ്മൾ അയ്യോ എന്തോ ചെയ്യും, ഉടനെ നമ്മൾ ചെയ്യും ഇല്ലയോ, കുട വാങ്ങിക്കാൻ പോകും അല്ലെങ്കിൽ അത് മേടിക്കാൻ പോകും. അതിനു മുമ്പേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ പ്രഖ്യാപനം നടത്തുക എന്നുള്ളതാ. അല്ലയോ, നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ദൈവസം നമുക്ക് തന്ന അധികാരം ഉപയോഗിക്കണം. നമ്മുടെ ഓരോ ദേശത്തിനെ നമ്മൾ കാവൽക്കാരാക്കി വെക്കുക. ഓരോ ദേശത്ത് ഓരോ കലാമിറ്റീസ് വരുന്നതാണ്. നമുക്ക് റൈറ്റ് ഉണ്ട്. നമുക്ക് പറയാം നമ്മുടെ ദേശം നമ്മൾ നിൽക്കുന്നിടത്ത് ഇപ്പം കർത്താവ് കയറിയ പടകില്ല ശരിയാ മുക്കാൻ വന്നെങ്കിലും പക്ഷെ കർത്താവ് ഉടനെ അതിനെ അതിന്റെ മൂലകാരണമായിട്ടുള്ളതിനെ ശാസിച്ചു ഇല്ലയോ. കാറ്റിനെ ഉടനെ തന്നെ കാറ്റിന് അടങ്ങാൻ പറഞ്ഞു ഇല്ലയോ. കാറ്റിനോട് അതിന്റെ എന്തുകൊണ്ടാന്നുള്ളത് നമുക്ക് അറിയാം. എന്തുകൊണ്ട് ആ കാറ്റും കടലും അതൊക്കെ വന്ന പ്രശ്നങ്ങൾ എന്താന്ന് നമുക്കറിയാം ഇല്ലയോ. വലിയൊരു കാര്യത്തിന് വേണ്ടി പോവായിരുന്നു. ഒറ്റ വ്യക്തിയാണെങ്കിലും 6000 എണ്ണം ബാധിച്ച് ഒരെണ്ണത്തിനെ വിടുവിക്കുന്നതിന് വേണ്ടി പോയ കർത്താവ് ഇല്ലയോ. അവിടെയും വലിയ അത്ഭുതം ചെയ്തു. ഹല്ലേലൂയ. നമുക്ക് അന്നേരം വിശ്വസ്തത കാണിക്കാൻ എന്തിനകത്തെ നമ്മൾ വചന ധ്യാനത്തിൽ നമ്മൾ വിശ്വസ്ത ഉണ്ടായിരിക്കണം. നമുക്ക് നമ്മൾ പ്രാർത്ഥനയിൽ നമ്മൾ വിശ്വസ്ത ഉണ്ടായിരിക്കണം.
അതെ, നമ്മളെവിടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ആയുധം എന്തുവാ? ഇത് നമ്മൾ പറഞ്ഞ അരയ്ക്ക് സത്യം നീതി എന്ന കവചം രക്ഷ എന്ന ശിരസ്ത്രവും, അത് എല്ലാറ്റിനുപരിയായി നമ്മൾ ഇതിലെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ വചനം എന്ന വാള് നമ്മുടെ കയ്യിൽ. ഈ ആയുധം അത് കാരണം ഒരു ദൈവത്തിനെ തടയാൻ എവിടെയും ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ നല്ല വചനം എന്ന വാൾ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ആത്മാവിൽ നമ്മൾ അത് കൈക്കൊണ്ട് എപ്പോഴും നമ്മൾ നമുക്കറിയാം. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ രണ്ടുപേരുണ്ട്. ഹല്ലേലൂയ. നമുക്ക് എലീശയുടെ കാര്യം നമ്മൾ നല്ലതായിട്ട് വായിക്കും. നമുക്കറിയാം എലീശ, അതായത് 1 രാജാക്കന്മാർ 3:1 പറയുന്നു. അല്ല 3:1 സ്തോത്രം. നമുക്ക് അതൊന്നും എടുക്കാമല്ലോ. 1 രാജാക്കന്മാർ 3-ാം അധ്യായം. സ്തോത്രം 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 3:11. സ്തോത്രം 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 സ്തോത്രം. ദൈവം അവനോട് അരുളിച്ചെയ്തെന്നാൽ, നീ ദീർഘായുസ്സും സമ്പത്തോ സപ്തസംസ്ഥാനം ഒന്നും അപേക്ഷിക്കാതെ ന്യായപാലനത്തിനുള്ള വിവേകം എന്ന ഈ കാര്യം മാത്രം അപേക്ഷിച്ചുകൊണ്ട്. 2 രാജാക്കന്മാർ 3:11. സ്തോത്രം 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 സ്തോത്രം. എന്നാൽ ഞാൻ വായിക്കാം. എന്നാൽ യഹോശാഫത്ത്, നാം യഹോയുടെ അരുളപ്പാട് ചോദിക്കേണ്ടതിന് ഇവിടെ യഹോയുടെ പ്രവാചകൻ ആരുമില്ലയോ എന്ന് ചോദിച്ചതിന്, ഇസ്രയേൽ രാജാവിന്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ എലിയാവിന്റെ കൈക്ക് വെള്ളമൊഴിച്ച ശാഫാത്തിന്റെ മകൻ എലീശ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ആ എന്തുവാ വിശേഷിപ്പിച്ച നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിക്കാം. എന്തുവാ? ഏലിയാവിന്റെ കൈക്ക് വെള്ളമൊഴിച്ച ശാഫാത്തിന്റെ മകൻ എലീശ ഇവിടെ ഉണ്ട്. നമ്മൾ അന്നേരം കേൾക്കുന്നോണെ ശരിക്കും എലീശ പ്രവാചന വലിയ അതിശയ പ്രവൃത്തി നമ്മൾ അതിന് മുമ്പത്തെ ഒക്കെ കണ്ടതാ. യോർദാനെ വിഭാഗിച്ച് എല്ലാം വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടു ഒരു ദേശത്തെ വെള്ളം എല്ലാം മലിനമാകുന്ന കണ്ടപ്പോ അതിനെ ശുദ്ധീകരിച്ചു. പിന്നെ നമ്മൾ കണ്ടു കളിയാക്കാൻ വന്ന ബാലന്മാരുടെ അവസ്ഥ നമ്മൾ കണ്ടു. അങ്ങനത്തെ എല്ലാ അത്ഭുതം എല്ലാം കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് അങ്ങനെ നല്ല രീതി ഇരിക്കുന്ന സമയത്താണ് ആ യുദ്ധത്തിന്റെ സമയത്ത് വന്നപ്പം യഹോയുടെ പ്രവാചകന്മാരാരും ഇല്ലയോ എന്ന് ചോദിച്ചത്. യഹോശാഫാത്ത് ചോദിച്ചു. ഉടനെ എന്തോ പറഞ്ഞത്? ഒരാളുണ്ട്, ഈ ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ച് നടന്ന ആ ശാഫാത്തിന്റെ മോനെ ഉണ്ട് എന്ന് പറഞ്ഞു. അന്നേരം പക്ഷെ നമുക്കറിയാം ശാഫാത്ത് ആരാന്ന്. ശാഫാത്ത് ആരാന്ന് 1 ദിനവൃത്താന്തം ഹല്ലേലൂയ 27:29 കാണാം. 1 ദിനവൃത്താന്തം 27:29 ഹല്ലേലൂയ സ്തോത്രം. 1 ദിനവൃത്താന്തം 27:29. സ്തോത്രം സ്തോത്രം സ്തോത്രം. അതായത് ഷാരോനിൽ മേയുന്ന നാൽക്കാലികൾക്ക് ഷാരോന്യനായ ശിത്രോയും താഴ്വരയിലെ നാൽക്കാലികൾക്ക് അദായിയുടെ മകനായ ശാഫാത്തും മേൽവിചാരകൻ. അന്നേരം ഈ ശാഫാത്ത് ആരാ? താഴ്വരകളിലെ, അതായത് ഇന്നത്തെ ഒരു മന്ത്രിയുടെ മോനായിരുന്നു. ആരാ? ഇതിന്റെയൊക്കെ ഒരു മന്ത്രിയുടെ മകനായിരുന്നു. അന്നത്തെ രീതി പറഞ്ഞാല് ആ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ എലീശ. ആ എലീശയാണ് യാതൊരു മടിയും കൂടാതെ ഏലിയായുടെ കൈക്ക് വെള്ളം ഒഴിച്ചതിനെ അതുപോലെ എളിമയോടെ പിന്തുടർന്നു. പക്ഷെ പിന്തുടർന്നെങ്കിലും അതുപോലെ അതായത് നമുക്ക് ആലോചിക്കാം, ഇത്രയൊക്കെ ഇന്നത്തെ ഇത്രയും സ്റ്റാറ്റസും ഇത്രയും വിദ്യാഭ്യാസവും ഇച്ചിരി എന്തെങ്കിലും ഒരു പണമൊക്കെ വരുന്നോണെ ഇങ്ങനെ എത്രയോ പുറയിൽ ദേവദാസന്മാരുടെ കൂടെ അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുമോ? നമ്മൾ അറിയത്തില്ല ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന്. ഇങ്ങനെ എത്രമാത്രം എളിമപ്പെട്ടും അവരെ സഹായിച്ചും ഒക്കെ വരുന്നത് അതുപോലെ പിന്തുടർന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ദൈവം മാനിച്ചു എന്ന് പറഞ്ഞാൽ എലിയായെക്കാളും ഇരട്ടി അഭിഷേകം കൊടുത്ത് മാനിച്ചു ആരെ? എലീശായെ. എന്നാൽ ദൈവം നോക്കുന്നു, ഇതുവാ വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, സ്വർഗത്തിൽ നിന്ന് നീതി നോക്കുന്നു. അത് ഈ ലോകത്തിൽ ആരെ എളിമപ്പെട്ട് നോക്കുന്നതും അല്ല എളിമപ്പെട്ടിരിക്കുന്നതും ദൈവത്തെ വിടാതെ പിന്തുടരുന്ന ആരാന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. അത് നമ്മളെ കർത്താവ് എങ്ങനെയാ കാണുന്നത് നമുക്ക് നോക്കാം. നമ്മൾ അതുപോലെ വിടാതെ പിന്തുടരുന്നുണ്ടോ കർത്താവിനെ? അത് സ്വർഗത്തിൽ നോക്കുന്നത് തീർച്ചയായിട്ടും ഒരു സമയം നമ്മൾ ഇന്നും അല്ലെങ്കിൽ നാളെ മാനിക്കപ്പെടുക തന്നെ ചെയ്യും.
അവരെ ഉയർത്തി. നമുക്ക് തോന്നും ഇപ്പൊ എല്ലാം നമുക്ക് ചില പ്രയാസങ്ങളൊക്കെയാന്ന് നമുക്ക് തന്നെ അറിയാം. ഒത്തിരി ആദ്യം ഇവിടെ ബഥേൽ കടന്നു, അവിടെ ഹൈഗോ കടന്നു, എല്ലാം കഴിഞ്ഞിട്ടാ ഇവിടെ നിന്നോ. എല്ലാരും പറഞ്ഞു അവിടെയൊക്കെ എന്തിനാ പോകുന്നത്, നിനക്കറിയാവല്ലോ കുറെ നടന്നിട്ട് കാര്യമൊന്നുമില്ല. ഒത്തിരി പേര് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു, പ്രവാചക ശിഷ്യന്മാരൊക്കെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവിടെയൊക്കെയും എലിശ വിടാതെ പിന്തുടർന്നു. വിടാതെ വന്ന് യോർദാനും കടന്നു കഴിഞ്ഞു. അന്നേരമാണ് ഏലിയ വിടുക്കപ്പെടുന്നതും ആ പുതപ്പ്. അന്നേരം പറഞ്ഞു, ഇവിടെ ഏറ്റവും അവസാനിച്ചത് നീ എന്താ ആഗ്രഹിക്കുന്നത്? എനിക്ക് ആ ഇരട്ടി അഭിഷേകം വേണം എന്ന് ഉള്ള കാര്യം തുറന്നു പറഞ്ഞു. ഞാൻ അതിന് തന്നെയാണ് നടക്കുന്നത്, എനിക്ക് ആ ഇരട്ടി അഭിഷേകം വേണം എന്നാണ്. പക്ഷെ ഞാൻ എടുക്കുന്നത് നീ കാണപ്പെടുകയാണെങ്കിൽ നമുക്ക് കാണാം. ഈ 2 രാജാക്കന്മാർ ആദ്യത്തെ അധ്യായം നമുക്കത് കാണാമല്ലോ. ഇത് ഞാൻ എടുക്കപ്പെടുക നീ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് അത് ലഭിക്കും. പക്ഷെ അതുപോലെ പിന്തുടർന്നുകൊണ്ട് ആ അഭിഷേകം നമുക്ക് എലിശായ്ക്ക് കിട്ടി. എലിശ മാനിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. ഹല്ലേലൂയ. നമുക്ക് അതുപോലെ യോശുവയുടെ ചരിത്രത്തിലും അത് തന്നെ കാണാൻ പറ്റും. യോശുവ ആണെങ്കിലും ഹല്ലേലൂയ മോശയെ ഇങ്ങനെ വിടാതെ പിന്തുടരും. മറ്റുള്ളവരൊക്കെ ഉണ്ടെങ്കിലും എപ്പോഴും മോശയ്ക്ക് ഓരോ സഹായവും ചെയ്ത് മോശയുടെ കൂടെ നടന്നൊരു വ്യക്തിയായിരുന്നു യോശുവ, അല്ലേ? നമുക്കറിയാം, നമ്മൾ ആയിരിക്കും ഇന്നത്തെ കാലഗതിയിലാണെങ്കിൽ ചിലപ്പോൾ മോശയുടെ മോനെ അടുത്ത പിൻഗാമിയാക്കണ്ടേ, ഇല്ലേ? മോശയ്ക്ക് 2 ആമക്കളുണ്ട്, ഒന്നില്ല വേണമെങ്കിൽ ആക്കാം. പക്ഷെ നമ്മള് അവിടെ ഒന്നും ദൈവം അതല്ല നോക്കിയ, വിടാതെ പിന്തുടർന്ന ആ വിശ്വസ്തയോടെ നടന്ന ആ ലേവി ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തിയല്ല, എബ്രേമിനായി ആദ്യപ്പെട്ട ഒരു വ്യക്തിയെ തന്നെ എടുത്ത് ഉയർത്തി ആ ജനത്തെ കനാനിലേക്ക് കൊണ്ടുപോകുന്നതിനും അല്ലെങ്കിൽ എല്ലാം തെരഞ്ഞെടുത്തത് ആരെയാ? യോശുവയാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അല്ല, നമുക്ക് ആ യോശുവയുടെ 12-ാം അധ്യായത്തിൽ വളരെ നമുക്ക് യോശുവയുടെ അവസാന അധ്യായത്തിൽ യോശുവ പറയുന്ന വചനം നമുക്കൊന്ന് നോക്കാം. അതെല്ലാവർക്കും അത് യോശുവ പറയാം, ഞാനും എന്റെ കുടുംബം, നിങ്ങളൊക്കെ എന്തിനു പോയാലും ഞാനും എന്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും. ഹല്ലേലൂയ. അവരോട് പറയുന്നുണ്ട്. ഹല്ലേലൂയ. അതെ 23-ാം അധ്യായത്തില് ഹല്ലേലൂയ. ഇതാ ഞാൻ 14-ാം വാക്യം, ഇതാ ഞാൻ ഇന്ന് സകല ഭൂവാസികളുടെ വഴിയായി പോകുന്നു, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെക്കുറിച്ച് അരുളിച്ചെയ്ത സകല നന്മകളിലും വെച്ച് ഒന്നിനും വീഴ്ച വന്നിട്ടില്ലെന്ന് നിങ്ങൾക്ക് പൂർണ്ണ ഹൃദയത്തിലും പൂർണ്ണ മനസ്സിലും ബോധ്യമായിരിക്കുന്നു. സകലവും നിങ്ങൾക്ക് സംഭവിച്ചു, ഒന്നിനും വീഴ്ച വന്നിട്ടില്ല. ഹല്ലേലൂയ. അത് നമ്മുടെ ദൈവം വിശ്വസ്തനാ. നമുക്കൊരു വാഗ്ദത്തം തന്ന അതെല്ലാം അതുപോലെ നിവർത്തിക്കാൻ ദൈവം ശക്തനാ. എന്നിട്ട് പറയുക അതിന്റെ 24-ന്റെ 14-ാം വാക്യം, നിങ്ങളെ യഹോവയെ ഭയപ്പെട്ട് അവന്റെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിപ്പിൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളെ യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിപ്പിൻ. ഹല്ലേലൂയ. പരമാർത്ഥത എന്ന് പറയുന്നത് എന്തുവാ? ഹൃദയപൂർവ്വം തന്നെ പരമാർത്ഥ ഹൃദയത്തോടു കൂടി തന്നെ സേവിക്കണമെന്നുള്ളത്. എന്നിട്ട് യോശുവ പ്രഖ്യാപിക്കുന്നതാ ആ 15-ാം അധ്യായം, ഞാനും എന്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും എന്നുള്ളത് വളരെ വ്യക്തമായിട്ടവിടെ പ്രഖ്യാപിക്കണം. ഏതെല്ലാം അവസ്ഥയിൽ കൂടെ കടന്നുപോയാലും, നമുക്ക് ഞെരുക്കുവായാലും പ്രയാസമാണെങ്കിലും യോശുവ പ്രഖ്യാപിക്കുക. അല്ലെങ്കിൽ ശരി, നമുക്കറിയാം അത്ര ഈസി അല്ലായിരുന്നു യോശുവയുടെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും അത്ര ഇല്ലായിരുന്നു. അവിടെ ആദ്യം യുദ്ധങ്ങളായിരുന്നു. എരിഹോയിലാണെങ്കിലും പോണെങ്കിലും എല്ലാം യുദ്ധങ്ങളുടെ ഹായിയുടെ കാര്യങ്ങളാണ്, പല പ്രശ്നങ്ങൾ അവിടെ വന്നായിരുന്നു. പക്ഷെ അവിടെ എല്ലാം ദൈവസന്ധി കമന്നു കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് ആ യോശുവയെ ഏൽപ്പിച്ച ആ ദൗത്യം വിശ്വസ്തയോടെ പൂർത്തീകരിച്ചു. അന്നേരം ദൈവം കൊടുത്ത, പക്ഷെ ആ 1-ാം അധ്യായത്തിൽ കൊടുത്ത് നീ ധൈര്യമായിരിക്കണം, നീ ചെല്ലുന്നിടത്ത് നിന്റെ ഉളം കാഴ്ചയോട് നട, അതെല്ലാം നീ നേടിയെടുക്കും. ഹല്ലേലൂയ എന്ന് വളരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടായി, മോശയുടെ കൂടെ ഇരുന്ന പോലെ ഞാൻ നിന്റെ ഭരിക്കും എന്ന് വളരെ അതുപോലെ തന്നെ കൈവിടാതെ യോശുവയുടെ കൂടെ ദൈവം കൂടെ ഇരുന്നു. യോശുവ പക്ഷെ അതുപോലെ വിശ്വസ്തയോടെ നിന്നു. നമുക്കിതെല്ലാം ഇതെന്തിനാ ഇതിനകത്തൊക്കെ എഴുതി വെച്ചതെന്ന് പറഞ്ഞാൽ, നമ്മളും ഇതുപോലെ വിശ്വസ്തയോടെ നിന്നാല്, കർത്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നാല് നമ്മളെയും ദൈവം ഉയർത്താൻ ദൈവശക്ത. ശരിയാ, നമുക്ക് തോന്നും ഇപ്പം നമുക്കൊന്നും കാണുന്നില്ല, കാറ്റും കാണത്തില്ല, മഴയും കാണത്തില്ല, ഒന്നും കാണത്തില്ല, അല്ലെങ്കിൽ ഇപ്പം ഒന്നും വെളിച്ചോ ഒരു സൂര്യപ്രകാശവും ഇല്ലായിരിക്കാം. പക്ഷെ ഒരു കാറ്റ് മതി ചെങ്കടലിൽ കടന്നു ഭാവിച്ച് വഴി തുറന്നതുപോലെ, അല്ലെങ്കിൽ ഒറ്റക്കാറ്റ് മതി. ദൈവത്തിന് ഒത്തിരി നേരമൊന്നും വേണ്ടല്ലോ പ്രവർത്തിക്കാൻ. ഒരു വ്യക്തിയെ, അത് നമ്മുടെ അറിയാം, അഹരോന്റെ വടി കിളിർത്തെങ്കില് ഒത്തിരി നേരം കൊണ്ടൊന്നും അല്ലല്ലോ ആ വടി കിളിർത്ത് പൂത്ത് ഫലം കായ്ച്ചൊക്കെ വന്നത്. കർത്താവിനെല്ലാം ഫലം കായ്പിക്കാൻ 1 സെക്കൻഡ് മതി. പക്ഷെ കർത്താവ് നോക്കുന്നത് നമ്മുടെ വിശ്വസ്തതയാ. അതിനായിട്ട് നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുന്നു.
ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട വചനം നമുക്കൊന്ന് സങ്കീർത്തനത്തിന്റെ 55-ാം സങ്കീർത്തനം. വിശ്വസ്ത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്ന നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. ഹല്ലേലൂയ. അപ്പം വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്ന നീതി സ്വർഗത്തെ. അപ്പൊ നീതി അത് അടുത്ത് 10-ാം വാക്യം, ദയയും വിശ്വസ്തയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു, നീതിയും സമാധാനം തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. അപ്പൊ ദയയും വിശ്വസ്തയും തമ്മിൽ എതിരേറ്റ്. നമ്മൾ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പറയല്ലേ, നമ്മുടെ ദൈവം വിശ്വസ്തനാണ്, അവന്റെ വിശ്വസ്തതയ്ക്ക് ഒരിക്കലും മാറ്റം വരുത്തില്ല. അപ്പൊ ദൈവത്തിന്റെ ദയയെ കുറിച്ച് പറയും, ഹല്ലേലൂയ, ദൈവത്തിന്റെ നീതിയെ കുറിച്ച് പറയുന്നത്. പക്ഷെ ഇതെല്ലാം അന്ന് ഭൂമിയിൽ, ഇവിടെ പറയുന്ന വിശ്വസ്ത ഭൂമിയിൽ, ഇതെല്ലാം എവിടേക്ക് നമ്മളിൽ നിന്നുണ്ടാകണം ദൈവം ആഗ്രഹിക്കും. നമ്മൾ വിശ്വസ്തരാണെങ്കിൽ നമ്മളിൽ എപ്പോഴും ദയ ഉണ്ടാകും, ദൈവത്തിന്റെ സ്വഭാവം നമ്മളിലുണ്ടാകും. നമ്മൾ ദൈവത്തിന്റെ സ്വഭാവമാണ് വിശ്വസ്തത എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വഭാവം. ദൈവം അതും ഒരിക്കലും മാറ്റത്തില്ല, ദൈവത്തിന് മാറ്റാൻ കഴിയത്തില്ല. നമ്മൾ അവിശ്വസ്തരായിരിക്കും, നമ്മൾ പറയുന്ന പറഞ്ഞ പ്രാർത്ഥനയല്ലേ, ഞങ്ങൾ അവിശ്വസ്തരായ ദൈവം വിശ്വസ്തനായിരിക്കും, നന്ദിയോടെ സ്തോത്രം. ഇത് നമ്മൾ എപ്പോഴും പറയുന്നത്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ അവിശ്വസ്തരായിരിക്കാനല്ല, നമ്മൾ എപ്പോഴും വിശ്വസ്തരായിരിക്കാൻ തന്നെയാണ്. അപ്പൊ വിശ്വസ്തതയുടെ കൂടെ ചേർന്നിട്ടുള്ളതാണ് ദയ, നീതി, ഇതൊക്കെ വരുന്നത്. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള വിശ്വസ്തതയെ നമ്മൾ മുറുകെ പിടിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൈവം വിശ്വസ്തനാണ്, ദൈവം സൽഗുണപൂർണനാണ്. ഇതെല്ലാം ഇന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ സർവ്വ അധികാരവും സഭയെ നമുക്ക് നൽകിയിരിക്കുന്നു പറഞ്ഞതുപോലെ തന്നെ ദൈവത്തിന്റെ എല്ലാ സ്വഭാവത്തിലും നമ്മൾ ആയി വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം ദൈവത്തെ പോലെ തന്നെ ആകണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അപ്പം നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ട, നമ്മളെപ്പോഴും ആഗ്രഹിക്കേണ്ട കാര്യം, ദൈവമേ അന്ത്യത്തോളം വിശ്വസ്തനായിരിക്കാൻ വേണ്ടി സാധിക്കണമേ എന്നാണ്. അതുപോലെ വിശ്വസ്തനായിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് എന്തൊക്കെ സ്വഭാവങ്ങളുണ്ട്, ആ സ്വഭാവങ്ങളൊക്കെ നമുക്കുണ്ടായിരുന്നു. ഇവിടെ പറഞ്ഞേക്കുന്ന അങ്ങനെ തന്നെ പറഞ്ഞേക്കുന്നത്, ദൈവം വിശ്വസ്തയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു. പക്ഷെ രണ്ടും കൂടെ ഒരുമിച്ചാ പോകുന്നത്. അതുപോലെ തന്നെ നീതിയും സമാധാനം തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. അപ്പം നീതി, സമാധാനം, ഇതൊക്കെ ദൈവം വിശ്വസ്ത ഉണ്ടാകുന്നിടത്ത. അപ്പൊ വിശ്വസ്ത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. അടുത്തത് യഹോവ നന്മ നൽകുകയും നമ്മുടെ ദേശം വിള തരികയും ചെയ്യും. നീതി അവന് മുമ്പായി നടക്കി അവന്റെ കാൽച്ചുവട്ട വഴി നോക്കുകയും ചെയ്യും. അപ്പൊ നീതി അവന് മുൻപായി നടക്കും. അപ്പൊ ദൈവത്തിന് മുൻപായി നടക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ പാതയിലും നീതിയോടുകൂടി നടക്കണം നമ്മൾ. ഹല്ലേലൂയ. വചനം നമ്മുടെ കാൽ ദൈവം പാതയ്ക്ക് പ്രകാശമായിരിക്കും പറഞ്ഞ പോലെ നീതി നമുക്ക് മുൻപായി, ദൈവത്തിന് മുൻപായി നമ്മുടെ ജീവിതത്തിൽ ഓരോ സ്റ്റെപ്പിലും നീതി ഇല്ലാതെ ഒരു കാര്യങ്ങൾ, നമ്മൾ അന്യായമായ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. ഹല്ലേലൂയ. അവിശ്വസ്തരായിരിക്കില്ല, എപ്പോഴും വിശ്വസ്തരായിരിക്കാൻ ദയ നമ്മളിൽ നിന്ന് ഉണ്ടാകണം. ഹല്ലേലൂയ. മറ്റുള്ളവരോട് മനസ്സലിവ് ഉണ്ടാകണം. നമ്മൾ ദൈവം ദൈവത്തിന്റെ സ്വഭാവം എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നമ്മളിൽ നിന്നാണെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ചെയ്ത് കാണണം. അപ്പൊ നമ്മളിലൂടെ മറ്റുള്ളവർ, ഇന്നലെ കഴിഞ്ഞ ദിവസം ടെസ്റ്റിമോണി പറഞ്ഞ പോലെ, നമ്മൾ ദൈവത്തിന്റെ മക്കളാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടല്ല മറ്റുള്ളവർ നമ്മളിൽ നിന്നത് വെളിപ്പെടണം. ഹല്ലേലൂയ. നമ്മൾ ചെന്ന് നിൽക്കുമ്പം എങ്ങനെയാണ് നമ്മൾ ദൈവത്തിന്റെ മക്കൾ എന്ന് പറയാം. കാരണം നമ്മളുടെ സ്വഭാവം ദൈവത്തിന്റെ സ്വഭാവത്തോട് അനുരൂപരായി മാറുമ്പോൾ ഹല്ലേലൂയ, നമ്മൾ നിൽക്കുന്നിടത്ത് പലരും മനുഷ്യർക്ക് നമ്മളെ കാണുമ്പം സാറമ്മയെന്നോ മിനിയെന്നോ അല്ലെങ്കിൽ ജോലിയെന്നോ ഒക്കെ കാണുന്ന സമയത്ത് പക്ഷേ പൈശാചി മണ്ഡലം പറയും യേശു നിൽക്കുന്ന പറയും. ഹല്ലേലൂയ. യേശുവിനെ കാണാൻ നമ്മളോട്, യേശുവിനെ കാണാൻ, ക്രിസ്തു നമ്മളോട് വെളിപ്പെടണം. അപ്പൊ നമ്മൾ ആ ക്രിസ്തു തലയോളം വളർന്നൊക്കെ പറയും. പക്ഷെ അവിടെ വിശ്വസ്തത ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഹല്ലേലൂയ, നമ്മുടെ എന്താ പറയാ, ആത്മീയ ജീവിതത്തിൽ വിശ്വസ്തയിലാണ് നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മളെല്ലാവരും ഹല്ലേലൂയ വിശ്വസ്തയോടുകൂടി മുന്നേറുവാൻ തക്കണം. ദൈവം നമ്മളെല്ലാം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അതിന് നമുക്ക് നന്ദിയോടെ സ്തോത്രം പാദാസി അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം.